നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷം ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയ ആഭ്യന്തര പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെത്തുന്നു. ഇറാൻ പരമോന്നത നേതാവായി അലി ഖമനേയുടെ മകൻ മുജ്തബ ഖമനേയെ തെരഞ്ഞെടുത്തുവെന്ന് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നു. അലി ഖമനേയുടെ പിൻഗാമി ആര് എന്ന ചോദ്യങ്ങൾക്കുത്തരമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന രഹസ്യ ചർച്ചകളുടെ തുടർച്ചയാണ് മുജ്തബയുടെ നിയമനം. ഇത് വലിയ ആഭ്യന്തര പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ഇറാൻ ഇന്റർനാഷണൽ വ്യക്തമാക്കുന്നത്. 85-കാരനായ അലി ഖമനേയിക്ക് വിഷബാധയേറ്റുവെന്നും തുടർന്ന് അദ്ദേഹം കോമയിലേക്ക് പതിച്ചുവെന്നും വെന്റിലേറ്ററിലാണെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ന്യൂയോർക്ക് ടൈംസാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ ആദ്യം നൽകിയത്. അലി ഖമനേയുടെ ഈ ഗുരുതരാവസ്ഥയ്ക്ക് പിന്നിൽ മൊസാദിൻ്റെ കളികളാണ് എന്ന വാർത്തകളും പുറത്തുവരുന്നു. ഇത് ഡൊണാൾഡ് ട്രംപിനുള്ള ഒരു സമ്മാനമാണ്. ഡൊണാൾഡ് ട്രംപിനെ വധിക്കണമെന്ന് ആവർത്തിച്ച് ആഹ്വാനം നടത്തിയ വ്യക്തിയാണ് അലി ഖമനേയി. ട്രംപ് അധികാരത്തിലെത്തുന്നതിന് മുൻപ് നിങ്ങളുടെ ആ ജോലി അങ്ങ് തീർത്തേക്കണം എന്ന് നെതന്യാഹുവിനോട് ട്രംപ് പറഞ്ഞ വാക്കുകൾ. അതിൻ്റെ തുടർച്ചയാണ് അലി ഖമനേയുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് ചില മാധ്യമങ്ങൾ. സംഭവത്തിന് പിന്നിൽ മൊസാദിൻ്റെ ഓപ്പറേഷനാണ് എന്ന വാർത്തകൾ ശക്തമാണ്. ഖമനേയി രോഗബാധിതനാണോ അതോ വിഷം ഉള്ളിൽ ചെന്നോ ഇത്തരം കാര്യങ്ങളിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇറാൻ നൽകുന്നില്ല. ഒക്ടോബർ 27-ാം തീയതി ന്യൂയോർക്ക് ടൈംസ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് അലി ഖമനേയി അതീവ ഗുരുതരാവസ്ഥയിലെന്നായിരുന്നു ന്യൂയോർക്ക് ടൈംസിൻ്റെ വാർത്ത. തുടർന്ന് ഈ വാർത്ത നിഷേധിച്ചുകൊണ്ട് ഇറാൻ രംഗത്തെത്തിയില്ല. ഇതിന് പിന്നാലെയാണ് അലി ഖമനേയുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ പുറത്തുവരുന്നത്. ഒരു വശത്ത് ഇസ്രയേലുമായുള്ള ഏറ്റുമുട്ടലുകൾ, മറുവശത്ത് ഇറാൻ വലിയ ആഭ്യന്തര പ്രതിസന്ധിയിലേക്ക് പതിച്ചിരിക്കുന്നു. മുജ്തബ ഖമനേയുടെ നിയമനം ബഹുഭൂരിപക്ഷം അംഗീകരിക്കില്ല. ആണവായുധങ്ങളും പോർമുനകളുമൊക്കെ തിരിച്ച് സ്വന്തം രാജ്യത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്തിയാണ് ഇറാൻ്റെ ഭരണകൂടം നിലനിൽക്കുന്നത്. ഒരു പ്രത്യേക പ്രതിസന്ധി ഉടലെടുത്താൽ ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ തിരിയും. ഇത് മുന്നിൽ കണ്ടാണ് ചില കരുനീക്കങ്ങൾ ഇസ്രയേൽ നടത്തുന്നതും. ജനങ്ങളെ കളത്തിലിറക്കി ഭരണകൂടത്തിനെതിരെ വിപ്ലവമൊരുക്കുക എന്ന തന്ത്രത്തിന് ഇസ്രയേൽ രൂപം നൽകിയിരിക്കുന്നു. പിതാവിൻ്റെ മരണത്തിന് മുൻപേ മുജ്തബ ഖമനേയി അധികാരമേറ്റെടുത്തു എന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ. അലി ഖമനേയുടെ പിൻഗാമിയായി മുജ്തബ ഖമനേയി നിയമിക്കുന്നത് സംബന്ധിച്ച വിശദമായ വാർത്തകളും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഇറാൻ ഇന്റർനാഷണൽ എന്ന മാധ്യമത്തിൽ വന്ന ഈ വാർത്താ സ്ഥിരീകരണം. ട്രംപ് അധികാരത്തിലെത്തുന്നത് വെറുതെയല്ല. തനിക്കൊപ്പമുള്ള ജൂത ടീം തന്നെയാണ് ട്രംപിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. ഇറാൻ ഭരിക്കുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിനോടുള്ള കടുത്ത വിരോധികളാണ് ട്രംപിന് ചുറ്റുമുള്ള ആ ഡ്രീം ടീം. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സ് തന്നെയാണ് ഇക്കാര്യത്തിൽ ട്രംപിൻ്റെ വലംകൈ. CIA ഡയറക്ടറായി ചുമതലയേൽക്കുന്ന ജോൺ റാഡ്ക്ലിഫും ഇക്കാര്യത്തിൽ ട്രംപിനൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നു. നാഷണൽ ഇൻ്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബ്ബാർഡും ട്രംപിന് ഇക്കാര്യത്തിൽ കൂടുതൽ കരുത്തു പകരുന്ന നേതാവ് തന്നെ. ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങളുടെ ചുമതലയുള്ള ക്രിസ്റ്റീനോയും തികഞ്ഞ ജൂതസ്നേഹിയാണ്. പ്രതിരോധ സെക്രട്ടറിയായി നിയമിച്ചിട്ടുള്ള പീറ്റ് ഖെഗേസ്തും ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ കൃത്യമായ നിലപാട് സ്വീകരിച്ച നേതാവ് തന്നെ. ഇറാൻ ഭരണകൂടത്തെ മാറ്റാൻ തങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്ന് ട്രംപിൻ്റെ വക്താവ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. എങ്കിലും ട്രംപിൻ്റെ മനസ്സിലിരിപ്പ് വ്യക്തമാണ്. സൈനിക ശക്തിയും മറ്റ് കരുത്തും കാട്ടി സ്വന്തം ജനതയെ ഭയപ്പെടുത്തിയാണ് ഇറാൻ ഭരണകൂടം നിലനിൽക്കുന്നത്. ഇറാനിലെ ക്രൂരന്മാരായ മുല്ലകളും ദിവ്യാധിപത്യ സ്വേച്ഛാധിപത്യത്തിനെതിരെയും ജനവികാരം ശക്തമാണ്. എന്നാൽ ജനാധിപത്യം അടിച്ചമർത്തി ഇറാൻ ജനതയെ മെരുക്കിയാണ് ഈ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. രാജ്യത്ത് ഒരു ആഭ്യന്തര കലഹത്തിനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്ന് അമേരിക്കയും കരുതുന്നു. ഇസ്രായേൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്താൽ, ഖമേനിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയാൽ ഇറാൻ ജനത ഉണരുമെന്നും അവിടെ ജനാധിപത്യ വ്യവസ്ഥിതി നിലവിൽ വരുമെന്നും അമേരിക്കയും ഇസ്രായേലുമൊക്കെ കണക്കുകൂട്ടുന്നു. ദീർഘകാലമായി അടിച്ചമർത്തപ്പെട്ട ഇറാനിലെ ജനങ്ങൾ ഇസ്ലാമിക അടിച്ചമർത്തലിനെതിരെ ശക്തമായ വികാരമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അസാധാരണ സംഭവങ്ങളുടെയും ചരിത്രപരമായ ഒരു മുന്നേറ്റത്തിൻ്റെയും വക്കിലാണ് ഇറാൻ ജനതയെന്ന് വ്യക്തം. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങൾ. ജനുവരി 20-ന് പുതിയ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് ഇറാന്റെ മുഖച്ഛായ മാറുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. ട്രംപിൻ്റെ വൈറ്റ് ഹൗസിലേക്കുള്ള തിരിച്ചുവരവിനെ ഖമേനിയും അദ്ദേഹത്തിൻ്റെ ഭരണകൂടവുമൊക്കെ ഏറെ ഭയപ്പെട്ടിരുന്നു.
ട്രംപിനെ വധിക്കണമെന്ന് ആവർത്തിച്ച് എത്രയോ തവണ ആഹ്വാനം ചെയ്ത വ്യക്തിയാണ് ഖമനേയി. അതേ ഖമനേയി ട്രംപ് അധികാരത്തിലെത്തുന്നതിന് തൊട്ട് മുൻപ് കോമ സ്റ്റേജിൽ വെന്റിലേറ്ററിൽ കിടക്കുന്നു. ഇത് മൊസാദ് ട്രംപിന് നൽകിയ സമ്മാനമാണോ എന്ന ചോദ്യം ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് അപ്രസക്തനായ ഒരു രാഷ്ട്ര നേതാവാണ്. അയാളെ ചവറ്റുകൊട്ടയിലെറിയണമെന്നാണ് നേരത്തെ ഖമനേയി പ്രസംഗിച്ചത്. 86-കാരനായ ഖമനേയി പ്രതികാരത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ട്രംപ് വീണ്ടും അധികാരത്തിലേക്ക് നടന്നു വന്നു. അവിടെ ട്രംപിൻ്റെ വാക്കുകൾ ശക്തമായിരുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ദുർബലമാക്കുകയാണ് തൻ്റെ ആത്യന്തിക ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ പിന്നീട് ഡൊണാൾഡ് ട്രംപ് ചേർത്ത് പിടിച്ചു. ഡൊണാൾഡ് ട്രംപ് എങ്ങനെ ഇസ്രായേലിനെ കരുതുന്നു എന്ന് മനസ്സിലാക്കിയ ജോ ബൈഡൻ പിന്നീട് തൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കി. ഡൊണാൾഡ് ട്രംപിനെ വധിക്കാനായി ഇറാൻ ചാവേർ സംഘങ്ങളെ അമേരിക്കയിലേക്ക് അയച്ചിരുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ അമേരിക്ക തന്നെ പുറത്തുവിട്ടിരുന്നു. ഇക്കാര്യം ഡൊണാൾഡ് ട്രംപ് തന്നെ വ്യക്തമാക്കിയതാണ്. DHS, FBI, CIA എന്നീ ഏജൻസികളൊക്കെ ഇക്കാര്യം ശരിവെക്കുകയും ചെയ്തു. ഇറാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികളും തൊട്ടപ്പുറത്ത് US-നുള്ളിൽ പ്രവർത്തിക്കുന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ രഹസ്യ സ്ലീപ്പർ കേന്ദ്രങ്ങളുമൊക്കെ ഡൊണാൾഡ് ട്രംപിനെ വകവരുത്താനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു. ഒറ്റപ്പെട്ട ചെന്നായ്ക്കളെന്നായിരുന്നു ഇവർക്കെതിരെ ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. ഭീകരതയെ സ്പോൺസർ ചെയ്യുന്ന ഭരണകൂടവുമായി നയതന്ത്രം എന്ന പ്രശ്നം ഉദിക്കുന്നില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. നയതന്ത്രത്തിൻ്റെ തത്വങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാത്ത ഇത്തരം ഭീകര സംഘങ്ങളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നാണ് ട്രംപ് മുൻപ് പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ക്രിമിനൽസ് എന്നാണ് ഇക്കൂട്ടരെ ട്രംപ് പലപ്പോഴും അഭിസംബോധന ചെയ്തത്. ഭരണമാറ്റം താൻ ആത്യന്തികമായി ലക്ഷ്യമിടുന്നില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം വ്യക്തമായിരുന്നു. മാറുന്ന ഇറാൻ തന്നെയായിരുന്നു അമേരിക്ക മുന്നിൽ കണ്ടത്. 1979 അന്തരിച്ച ഷായുടെ പതനത്തിന് ശേഷം അന്നത്തെ US പ്രസിഡന്റ് ജിമ്മി കാർട്ടറുടെ തെറ്റായ നയപരിപാടികളുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള നേതാക്കൾ കരുതുന്നു. ഇസ്ലാമിക് വിപ്ലവ സമയത്ത് കൂടുതൽ ശക്തമായ നിലപാട് അന്ന് അമേരിക്ക സ്വീകരിക്കേണ്ടിയിരുന്നു. അവിടെ ഇറാനിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ദേശീയാഭിമാനവും വ്യക്തിത്വവുമാണ്. അത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അമേരിക്ക കൂടി ഉൾപ്പെട്ട ഒരു പ്രശ്നമായി മാറി. ഒരു തരത്തിലും അമേരിക്കയ്ക്കെതിരെയോ ഇസ്രായേലിനെതിരെയോ യുദ്ധത്തിനുള്ള കരുത്ത് ഇറാനില്ല എന്ന് ട്രംപ് വിലയിരുത്തുന്നു. ഭൂരിപക്ഷം ഇറാനികളും ട്രംപിനെ ഒരു ദേശസ്നേഹിയായി കാണുന്നുവെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ മാധ്യമങ്ങൾ പറയുന്നത്. ട്രംപിൻ്റെ കടന്നുവരവോടെ ഖമനേയിയുടെ യുഗം അവസാനിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. ദുർബലവും ഒറ്റപ്പെട്ടതുമായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൽ നിന്ന് മുക്തമായ ഒരു മിഡിൽ ഈസ്റ്റ് എന്ന സ്വപ്നം ഇറാനികൾക്ക് പോലുമുണ്ട്. ഷിയാബുല്ലമാർ ഒരു കാലത്തും ഡൊണാൾഡ് ട്രംപുമായി ഒരു സമാധാന കരാർ ഒപ്പുവെക്കാൻ അനുവദിക്കില്ല. അവർ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കാൻ വിസമ്മതിക്കുന്നവരാണ്. തീവ്രവാദം, അണുവായുധങ്ങൾ എന്നിവയെ ആരാധിക്കുന്നവർ. ഇറാന്റെ തകരുന്ന സമ്പദ് വ്യവസ്ഥയെ തങ്ങളുടെ ഒരൊറ്റ ട്രിഗറിൽ എന്നേക്കുമായി തീർക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം തൊട്ടപ്പുറത്ത് ഇസ്രയേൽ വെച്ചു പുലർത്തുന്നു. ആത്മവിശ്വാസത്തിന് പിന്നിൽ ഏറ്റവും വലിയ കരുത്ത് അമേരിക്ക തന്നെ. ട്രംപിന്റെ തിരിച്ചുവരവ് ഇറാനിയൻ ജനങ്ങൾക്കിടയിൽ പുതിയൊരു ഉണർവുണ്ടാക്കും എന്ന് കരുതുകയാണിപ്പോൾ ഇസ്രയേൽ. ഭരണകൂടത്തിന്റെ സ്വേച്ഛാധിപത്യപരമായ യുദ്ധക്കൊതികളും അവസരവാദവുമൊക്കെ വിനാശകരമായ അവസ്ഥയിലേക്ക് ഇറാനെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭരണാധികാരികൾക്കെതിരെ ജനം നിർഭയമായി ഉണർന്നെഴുന്നേൽക്കും എന്ന വാർത്തകളാണിപ്പോൾ ഇസ്രയേൽ മാധ്യമങ്ങളിൽ നിറയുന്നത്. മധ്യപൗരസ്ത്യ നയതന്ത്രത്തിൽ പ്രത്യേക പൊളിച്ചെഴുത്തുകൾക്ക് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുമെന്നും ഇത് ഇറാനിൽ പുതുവിപ്ലവങ്ങൾക്ക് കാരണമാകുമെന്നും ഇസ്രയേൽ മാധ്യമങ്ങൾ എഴുതുന്നു. ഇറാന്റെ ഭരണകൂടവും അതിന്റെ തീവ്രവാദ പ്രാദേശിക പ്രോക്സികളുമൊക്കെ ഉയർത്തുന്ന സൈനിക സുരക്ഷാ ഭീഷണികളെ ട്രംപ് നിർവീര്യമാക്കും. അദ്ദേഹത്തിൻ്റെ പുഷ്ബാക്ക് തന്ത്രം ഏറെ പ്രസിദ്ധമാണ്. ആദ്യം എതിരാളിയെ ശക്തമായ ഭാഷയിൽ വിരട്ടുക, വഴങ്ങിയില്ലെങ്കിൽ അവർക്കെതിരെ രൂക്ഷമായ ആക്രമണം നടത്തുക. ഏറെ സ്വാധീനമുള്ള ഇറാനിയൻ അമേരിക്കൻ അഭിഭാഷക ഗ്രൂപ്പുകൾ ഇപ്പോൾ ചർച്ചയുമായി കളത്തിലിറങ്ങിയിട്ടുണ്ട് എന്ന വാർത്തകളും നിറയുന്നു. ഭരണകൂടത്തിൻ്റെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് ആഗോളതലത്തിലുള്ള ബോധവൽക്കരണമാണ് അവരുടെ ലക്ഷ്യം. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെയും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെയും ശക്തമായ നിലപാട് ലോകജനതയെ കൊണ്ട് എടുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രത്യേക പ്രവർത്തനങ്ങൾ അമേരിക്ക തന്നെ മുൻകൈയെടുത്ത് നടത്തും.
21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും അപകടകരമായ ഭീകര സംഘടനകൾക്ക് പിന്നിൽ ഇറാൻ സഹായമാണ് എന്നത് ലോക ജനതയെ ബോധ്യപ്പെടുത്തേണ്ട ഒന്നാണ് എന്ന് ഇസ്രയേൽ പറയുന്നു. ഖമനേയിയുടെ പിൻഗാമി ഇറാനിൽ നിന്ന് തന്നെ ഉദിച്ചു വരും. പക്ഷേ ട്രംപിൻ്റെ ഭരണകാലഘട്ടം അവർക്ക് കൂടുതൽ അപകടങ്ങൾ വരുത്തിവെക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഖമേനിക്കോ അദ്ദേഹത്തിൻ്റെ പിൻഗാമിക്കോ പവിത്രമോ മാന്യമോ ആയ നിയമസാധുത ഒരിക്കലും ട്രംപ് അനുവദിക്കില്ല. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് മേൽ പരമാവധി ഉപരോധങ്ങളും സമ്മർദ്ദവും ഒക്കെ ചെലുത്തി ട്രംപ് അതിൻ്റെ പ്രാദേശിക സ്വാധീനം വെട്ടിക്കുറയ്ക്കും എന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഇതോടെ ഇറാനിയൻ ഭരണകൂടത്തിൻ്റെ ആത്മവിശ്വാസം തളരുകയും ജനങ്ങൾ വിപ്ലവ ചിന്തകളുമായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഇസ്രയേലി അറബ് ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകുന്ന ട്രംപിൻ്റെ തന്ത്രങ്ങൾ വ്യക്തമാണ്. പരസ്യമായി യുദ്ധത്തിനുള്ള ആഹ്വാനം നടത്താതെ ഉപരോധങ്ങളിലൂടെ സമ്മർദ്ദങ്ങളിലൂടെ ഇറാനെ മുട്ടുകുത്തിക്കുക. ഖമനേയിയുടെ പിൻഗാമിക്കും ഇനി ഒട്ടും സുഖകരമായിരിക്കില്ല രാഷ്ട്രീയ കാലാവസ്ഥയെന്നു വ്യക്തം. ഇസ്രയേലിൻ്റെ നാശത്തിനായി ഖമനേയിയുടെ ഉത്തരവനുസരിച്ച് ഇറങ്ങിത്തിരിച്ച ഭീകര സംഘടനകളാണ് ഇപ്പോൾ ഏറ്റവും വലിയ നാശത്തിൻ്റെ വക്കിൽ. അവരെ തേടിപ്പിടിച്ച് മാളത്തിലിട്ട് പുകയ്ക്കുകയാണ് ഇസ്രയേൽ സേന. ഡൊണാൾഡ് ട്രംപ് ഏറ്റെടുത്തിരിക്കുന്നത് ചരിത്രപരമായ ഒരു ദൗത്യമാണ്. ഇസ്രയേലിനെ ചുറ്റിപ്പറ്റിയുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ഭീകര നീരാളിയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ വേണം ഇനി മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ. ഇസ്രയേലിനെയും അമേരിക്കയെയും ശത്രുസ്ഥാനത്ത് നിർത്തി ഭീകര സംഘങ്ങളെ വളർത്തുക എന്ന തന്ത്രമാണ് ഖമനേയി പയറ്റിയത്. എപ്പോഴും ശത്രുവെന്നും ചെകുത്താനെന്നും അഭിസംബോധന ചെയ്ത് ഇസ്രയേലിനെയും അമേരിക്കയും തകർക്കാൻ ഈ പ്രോക്സികളെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. അവർക്ക് പണവും ആയുധങ്ങളുമൊക്കെ കൈമാറി. ശക്തമായ നിലപാട് തന്നെയാണ് ട്രംപ് ക്യാമ്പിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നതിന് മുൻപ് മൊസാദിൻ്റെ ചില തന്ത്രങ്ങൾ അതുതന്നെയാണോ ഇപ്പോൾ ഖമനേയിയുടെ അവസ്ഥയ്ക്ക് പിന്നിലും? ആ സംശയം ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.